ആലപ്പുഴയിലെ ആ കൊച്ചു ഗ്രാമം എന്നും പ്രശാന്തമായിരുന്നു. കായൽക്കാറ്റും തെങ്ങിൻ തോപ്പുകളുടെ പച്ചപ്പും ആർക്കും കുളിർമ നൽകുന്ന ഒന്ന്. എന്നാൽ ആ പ്രകൃതിയുടെ ശാന്തതയൊന്നും അനുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ എപ്പോഴും ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചിരുന്നു. പുലർച്ചെ 5 മണിക്ക് കോഴി കൂവുന്നതിന് മുൻപേ തുടങ്ങുന്നതാണ് അനുവിൻ്റെ ഓട്ടം. അടുക്കളയിലെ ഇരുട്ടിലേക്ക് കിടക്കുമ്പോൾ അവളുടെ മനസ്സിലും ആ ഇരുട്ട് തന്നെയായിരുന്നു. ചൂടിലും പുകയിലും അവളുടെ യൗവനം പതിയെ കരിഞ്ഞു പോവുകയായിരുന്നു. ഒരു ദിവസം പോലും അവൾക്ക് വിശ്രമിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീട് വൃത്തിയാക്കൽ, തുണിയലക്കൽ, 3 നേരത്തെ ഭക്ഷണം പാചകം ചെയ്യൽ, അങ്ങനെ തീരാത്ത ജോലികൾ. രാവിലെ തന്നെ അമ്മ ശ്യാമളയമ്മയുടെ പരുക്കൻ വാക്കുകൾ തുടങ്ങും. ചായക്ക് ഇന്നെന്താ ഇത്ര മധുരം? നീ എന്താ സ്വപ്നം കണ്ടുകൊണ്ടാണോ ജോലി ചെയ്യുന്നത്? എന്നൊക്കെയുള്ള മൂർച്ചയേറിയ കുറ്റപ്പെടുത്തലുകൾ. അനു അതൊക്കെ ഒരു നെടുവീർപ്പോടെ കേട്ടു നിൽക്കും. എത്രയൊക്കെ നന്നായി ചെയ്താലും ശ്യാമളയമ്മയ്ക്ക് തൃപ്തിയാകാറില്ല. ചിലപ്പോഴൊക്കെ ആ വാക്കുകൾ നെഞ്ചിൽ കൊള്ളുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയും. എങ്കിലും ആരും കാണാതെ സാരിത്തലപ്പ് കൊണ്ട് അവളത് തുടച്ചു മാറ്റും. തനിക്കൊരു സാന്ത്വനം നൽകാൻ ആ വീട്ടിൽ ആരും വരില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. സിങ്കിൽ കിടന്ന അവസാനത്തെ പാത്രവും കഴുകി വെച്ച് അടുക്കളയിലെ ലൈറ്റ് അണയ്ക്കുമ്പോൾ അനുവിൻ്റെ നടുവിലൂടെ കുടിയൊരു വേദന ഇരച്ചു കയറി. കഴുകി വെച്ച പാത്രങ്ങളിൽ നിന്ന് വെള്ളം പാർന്നു പോകുന്നത് പോലെ അവളുടെ ശരീരത്തിലെ ഊർജ്ജവും ചോർന്നു പോയിരുന്നു. വിയർപ്പിൻ്റെയും കരിഞ്ഞ എണ്ണയുടെയും ഗന്ധം അവളുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. എങ്കിലും ആ വലിയ വീടിൻ്റെ പടവുകൾ കയറി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ കണ്ണുകൾ ആദ്യമൊന്ന് തിളങ്ങും. പകൽ മുഴുവൻ താൻ കേട്ട കുത്തുവാക്കുകളും ശാരീരിക വേദനകളും ഇറക്കി വയ്ക്കാൻ തനിക്കൊരു ഇടമുണ്ടല്ലോ എന്ന നേരിയ പ്രതീക്ഷയായിരുന്നു അത്. ഇന്ന് ഭയങ്കര ക്ഷീണമാണല്ലേ അനു എന്ന് നവീൻ ചോദിക്കുന്നതും ആ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് തൻ്റെ സങ്കടങ്ങൾ പറയുന്നതും അവൾ വെറുതെ സങ്കല്പിക്കും. പക്ഷേ വാതിൽ തുറന്ന് അകത്ത് കിടക്കുമ്പോൾ എ സിയുടെ തണുപ്പുള്ള ആ മുറിയിൽ നവീൻ അവളുടെ സാന്നിധ്യം പോലും അറിയില്ല. അവൻ ഫോണിൽ കൂട്ടുകാരുടെ വീഡിയോ കോളിൽ സംസാരിച്ച് ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയാവും. അളിയാ, അടുത്ത ഞായറാഴ്ചത്തെ ട്രിപ്പ് നമുക്ക് പൊളിക്കണം എന്നൊക്കെ അവൻ ആവേശത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ താൻ ഈ മുറിയിൽ എത്രത്തോളം അന്യയാണെന്ന് അവൾക്ക് തോന്നും. വസ്ത്രം മാറി വന്ന് അവൾ അവനരികിലിരുന്നാലും അവൻ്റെ കണ്ണുകൾ ഫോൺ സ്ക്രീനിൽ നിന്ന് മാറുകയില്ല. സംസാരം കഴിഞ്ഞ് അവൻ ഫോൺ താഴെ വയ്ക്കുമ്പോൾ അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കും. നവീൻ, അവൾ പതുക്കെ വിളിച്ചു. എന്താടി? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നീ ആ ലൈറ്റ് ഒന്ന് ഓഫാക്കിയേ. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു പോലും നോക്കാതെ പുതപ്പ് വലിച്ചു മൂടിക്കിടന്നു. ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ അവൾ അവിടെ തന്നെ ഇരുന്നു പോയി. എങ്കിലും ഒന്ന് കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ചാൽ നവീന് ദേഷ്യം വരും. പകൽ മുഴുവൻ ഓഫീസിലിരുന്ന് കഷ്ടപ്പെട്ട് വരുന്ന എന്നെ സ്വസ്ഥമായി ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവൾക്ക് മറുപടി ഉണ്ടാകില്ല. ആ മുറിയിലെ വലിയ കട്ടിലിൻ്റെ ഒരറ്റത്ത് തീർത്തും അപരിചിതമായ ഒരാളെപ്പോലെ അവൾ ചുരുണ്ടുകൂടി. സ്വന്തം വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമനയായിരുന്നു അവൾ. എത്ര സ്വപ്നങ്ങളോടെയാണ്, എത്ര പ്രതീക്ഷകളോടെയാണ് ഒരു ഭാര്യയായി ഈ വീട്ടിലേക്ക് അവൾ വലതുകാൽ വെച്ച് കയറിയത്. ഞാൻ ഈ വീട്ടിലെ വെറുമൊരു വേലക്കാരിയാണോ? പകൽ മുഴുവൻ ഈ വീടിൻ്റെ അടുക്കളയിൽ പണിയെടുക്കാൻ കൊണ്ടുവന്ന ഒരു യന്ത്രം. എനിക്കൊരു ഭാര്യയുടെ സ്ഥാനമെങ്കിലും ഇവിടെ ഉണ്ടോ? ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ അവൾ അവനോട് തന്നെ ചോദിച്ചു. നെഞ്ചിൽ കിട്ടിനിന്ന സങ്കടങ്ങൾ ഒരു വലിയ തേങ്ങലായി പുറത്തു വരാൻ നോക്കി. പക്ഷേ തൻ്റെ കരച്ചിൽ കേട്ട് നവീൻ്റെ ഉറക്കം കെട്ടാൽ അവൻ വീണ്ടും ദേഷ്യപ്പെടുമെന്ന് കരുതി അവൾ തലയിണയിൽ മുഖമമർത്തി. ആരും കേൾക്കാതെ, ആരും കാണാതെ ആ രാത്രിയിൽ അവളുടെ കണ്ണീർ തലയിണ നനച്ചു. ഉത്തരമില്ലാത്ത ആ ചോദ്യങ്ങൾക്കൊടുവിൽ വലിയൊരു ശൂന്യതയോടെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വിശ്രമമില്ലാത്ത ആ യന്ത്രം പോലെയുള്ള ജീവിതം ഒടുവിൽ അവളുടെ ശരീരത്തെ പൂർണ്ണമായും തോൽപ്പിച്ചിരുന്നു. ഒരു വേനൽക്കാലത്തെ പുലർച്ചെ പതിവ് പോലെ അലാറം അടിച്ചപ്പോൾ എഴുന്നേൽക്കാൻ നോക്കിയ അനുവിന് തൻ്റെ ശരീരം കിടക്കയിൽ തറഞ്ഞതുപോലെ തോന്നി. കടുത്ത പനി അവളെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ഓരോ സന്ധികളിലും ആരോ ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെയുള്ള വേദന. ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അസഹനീയമായ തലവേദനയും. കണ്ണു തുറക്കാൻ പോലും കഴിയാത്തത്ര ഭാരം. എങ്കിലും താഴെ അടുക്കളയിൽ കാത്തിരിക്കുന്ന ജോലികളെ കൂടി ചോർത്തപ്പോൾ അവൾ ഭരമായി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങാൻ ഒരുങ്ങിയതും കണ്ണിൽ ഇരുട്ട് കയറി അവൾ തിരികെ കിടക്കയിലേക്ക് തന്നെ വീണുപോയി. സമയം 6:30 കഴിഞ്ഞിട്ടും അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേൾക്കാത്തതുകൊണ്ട് താഴെ ശ്യാമളയമ്മയുടെ ശകാരം പതിവിലും ഉച്ചത്തിൽ പുറത്തിൽ കേട്ടു തുടങ്ങി. ഈ പെണ്ണിനിത് എന്തു പറ്റി? നേരം പുലർന്നത് അറിഞ്ഞില്ലേ? അതോ ഇനി എന്നെക്കൊണ്ട് അടുക്കള പണി ചെയ്യിക്കാൻ വല്ല അടവും ഇറക്കുകയാണോ? മഹാറാണിയെപ്പോലെ കിടന്നുറങ്ങുകയാണല്ലോ. ആ വാക്കുകൾ ഓരോന്ന് ക്രൂരമ്പ് പോലെ അവളുടെ കാതുകളിൽ പതിക്കുന്നുണ്ടായിരുന്നു. പ്രതികരിക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവൾ നിസ്സഹായിയായി കിടന്നു. പുറത്തെ ഒച്ചപ്പാട് കേട്ടാണ് നവീൻ ഉറക്കമുണർന്നത്. രാവിലെ തന്നെയുള്ള അമ്മയുടെ ബഹളം കേട്ട് അവൻ ദേഷ്യത്തോടെ പുതപ്പ് മാറ്റി എഴുന്നേറ്റു. എന്താടി എഴുന്നേൽക്കാത്തത്? അമ്മ അവിടെ കിടന്ന് വഴക്കിടുന്നത് കേൾക്കുന്നില്ലേ? മനുഷ്യനെ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവളുടെ കയ്യിൽ കയറി പിടിച്ച നവീൻ പെട്ടെന്നൊന്ന് ഞെട്ടി. തീക്കനൽ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു ആ ശരീരം. ചുരുണ്ടുകൂടി വിയർപ്പിൽ കുളിച്ച് പല്ലുകൾ കൂട്ടിയിടിച്ച് വിറയ്ക്കുന്ന അനുവിനെ കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം അലിഞ്ഞില്ലാതെയായി. ശ്വാസമെടുക്കാൻ പോലും അവൾ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. ആദ്യമായി നവീൻ അവളെ സൂക്ഷ്മമായി ഒന്ന് നോക്കി.
അവൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരം വന്ന് വീണതുപോലെ തോന്നി. അവളുടെ കണ്ണുകൾ വല്ലാതെ കുഴിയിരുന്നു. മുഖത്തെ ആ പഴയ തിളക്കവും എപ്പോഴുമുള്ള ആ കുസൃതി ചിരിയും മാഞ്ഞിട്ട് നാളുകളേറെയായിരുന്നു. മെലിഞ്ഞുണങ്ങിയ ആ ശരീരത്തിൽ അവളുടെ കഷ്ടപ്പാടുകൾ മുഴുവൻ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന് മുൻപ് അവൾ എത്രത്തോളം സുന്ദരിയായിരുന്നു. നിറയെ സ്വപ്നങ്ങളുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. ഇന്ന് അവൾ എന്തായി മാറി? പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങലുണ്ടായി. കുറ്റബോധത്തിൻ്റെ ഒരു കടൽ അവനിൽ ഇരമ്പിയാർത്തു. താൻ ഇന്നേ വരെ അവളെ എത്രത്തോളം അവഗണിച്ചുവെന്ന് ആ നിമിഷം അവൻ പൂർണ്ണമായി മനസ്സിലാക്കി. സ്വന്തം വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് തന്നെ മാത്രം വിശ്വസിച്ച് വന്നവളാണവൾ. എന്നിട്ട് താനും അമ്മയും അവൾക്ക് കൊടുത്തത് കണ്ണീരും കഷ്ടപ്പാടും തീരാത്ത ജോലികളും മാത്രം. അവൾ രാപ്പകൽ ഈ വീടിന് വേണ്ടി, തനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഒരല്പം സ്നേഹമോ പരിഗണനയോ താൻ ഒരിക്കൽ പോലും നൽകിയില്ലല്ലോ എന്നതോർത്തപ്പോൾ അവന് സ്വന്തം പ്രവൃത്തിയോട് വല്ലാത്ത വെറുപ്പ് തോന്നി. രാത്രികളിൽ തൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ വരുമ്പോൾ താൻ മുഖം തിരിച്ചത് അവൻ വേദനയോടെ ഓർത്തു. അവൾ ചോദിക്കാതെ തന്നെ അവൾക്ക് നൽകേണ്ടിയിരുന്ന സ്നേഹവും കരുതലും താൻ നിഷേധിച്ചു. അവളുടെ മൗനം വെറുമൊരു നിശബ്ദതയായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു വലിയ നിലവിളിയായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ വീടിൻ്റെ 4 വരമ്പുകൾക്കുള്ളിൽ ഒരു വേലക്കാരിയെപ്പോലെ അവൾ ജീവിച്ചപ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ താൻ തികഞ്ഞ പരാജയമായിരുന്നു. അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം തൻ്റെ അവഗണന മാത്രമാണെന്ന സത്യം നവീൻ്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചു. അടുത്ത നിമിഷം നവീൻ വേഗം പോയി തണുത്ത വെള്ളത്തിൽ തുണി നനച്ചു കൊണ്ടുവന്നു. അവളുടെ നെറ്റിയിലിട്ടു. അമ്മയെ വിളിച്ച് അവൾക്കുള്ള മരുന്നും ചൂടുവെള്ളവും അവൻ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്നു. അമ്മ വീണ്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ നവീൻ ആദ്യമായി അമ്മയോട് ശബ്ദമുയർത്തി. മതി അമ്മേ, അവൾക്ക് വയ്യ. ഇനിയെങ്കിലും അവളെ ഒന്ന് വെറുതെ വിട്. നവീൻ്റെ മാറ്റം കണ്ടും അവൻ്റെ സ്നേഹം നിറഞ്ഞ ആ സ്പർശനത്തിലും അനു അത്ഭുതപ്പെട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ട നവീൻ അവളുടെ അരികിലിരുന്ന് ആ കണ്ണുനീർ തുടച്ചു മാറ്റി. എന്നോട് ക്ഷമിക്കടി, എൻ്റെ തെറ്റാണ് എല്ലാം. ഇനി ഒരിക്കലും നിന്നെ ഞാൻ തനിച്ചാക്കില്ല. ഈ വീട്ടുജോലികൾക്കിടയിൽ ഇനി നീ ഒറ്റയ്ക്കായിരിക്കില്ല. ഞാനും ഉണ്ടാവും നിന്റെ കൂടെ, അവൻ പതുക്കെ പറഞ്ഞു. അവൾക്ക് കുടിക്കാനുള്ള മരുന്ന് സ്വന്തം കൈകൊണ്ട് നൽകി. പുതപ്പ് കൃത്യമായി പുതപ്പിച്ച് അവൻ അവളെ ചേർത്ത് പിടിച്ചു. ആ നെഞ്ചിലെ ചൂടിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം വലിയൊരു സുരക്ഷിതത്വത്തോടെയും നിറഞ്ഞ സമാധാനത്തോടെയും അനു കണ്ണുകൾ അടച്ചു. അതൊരു അവസാനമായിരുന്നില്ല, പരസ്പരം മനസ്സിലാക്കുന്ന സ്നേഹത്തിൻ്റെ മനോഹരമായ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു.